ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഇടിച്ചക്ക കൊണ്ടൊരു ഇടിച്ചക്ക ചില്ലി ഉണ്ടാക്കാം. ചിക്കൻ ചില്ലി എന്ന് പറയുന്നത് പോലെ ഒരു ഇടിച്ചക്ക ചില്ലി ഉണ്ടാക്കാം. വളഞ്ഞൊക്കെ നല്ലോണം ഒറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇടിച്ചക്ക നന്നാക്കൽ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കിത് ക്യൂബായിട്ട് അരിയണം. മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പുപൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, മൈദ എന്നിവ നമ്മൾ നല്ലവണ്ണം ഇത് നമുക്ക് മിക്സ് ചെയ്യാം. ഞാനിതൊരു കാണാൻ വെറൈറ്റിക്ക് വേണ്ടി ഒരു അത്തപ്പൂക്കളം മാതിരിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തുള്ളി വാട്ടർ ഒഴിക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ച ഇടിച്ചക്കയാണിത്. ക്യൂബായിട്ട് ഇത്തിരി വലുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് നമുക്ക് അരിയേണ്ടത്. അപ്പോൾ നമ്മളെ മസാലയിലേക്ക് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് മസാല നല്ലവണ്ണം അതിൽ പുരട്ടണം. എന്നിട്ട് ഇതിലേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ മുരിഞ്ഞ് എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അതൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ഇടിച്ചക്ക ഫ്രൈ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ വേപ്പിൻ്റെ ഇല, അതേമാതിരി കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് സ്ലൈസായി കീറിയതും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇനി നല്ല മുരിഞ്ഞു വരുന്നത് വരെ നമ്മൾ അപ്പുറവും ഇപ്പുറവും മറിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ നമ്മളുടെ ഇടിച്ചക്ക ഫ്രൈ പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഇടിച്ചക്കപ്പേരിയാണ്. മക്കളൊക്കെ തിന്നിട്ട് വാരി കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നല്ല ക്രിസ്പിനെസ്സും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അസ്സലാമു അലൈക്കും. വേറെ എന്താ പിന്നെ പറയാനുള്ളത്? അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി.